നമസ്കാരം. ഫലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിക്കുന്നതായി നാളെ 10 രാജ്യങ്ങൾ പ്രഖ്യാപനം നടത്താനിരിക്കെ യുണൈറ്റഡ് കിങ്ഡം ഫലസ്തീൻ സംസ്ഥാനത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നുവെന്ന് വ്യക്തമാക്കി യുണൈറ്റഡ് കിങ്ഡം പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. UN പൊതുസഭ ചേരുന്നതിന് മുന്നോടിയായാണ് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതായി UK ഔദ്യോഗികമായി അറിയിച്ചത്. കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും പിന്നാലെയാണ് UKയും ഫലസ്തീനെ അംഗീകരിക്കുന്നത്. സമാധാനത്തിന്റെയും ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെയും പ്രതീക്ഷ പുനരുജ്ജീവിപ്പിക്കാൻ ഈ മഹത്തായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഞാൻ വ്യക്തമായി പ്രസ്താവിക്കുന്നു. യുണൈറ്റഡ് കിങ്ഡം ഫലസ്തീൻ സംസ്ഥാനത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു എന്നാണ് UK പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞത്. ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്ന ആദ്യത്തെ G7 രാജ്യമായി കാനഡ മാറിയിരുന്നു. തൊട്ടു പിന്നാലെ ഓസ്ട്രേലിയയും ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചു. ഇവർക്കെല്ലാം മുൻപ് ഫലസ്തീനെ അംഗീകരിക്കുന്നതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും അറിയിച്ചിരുന്നു. സമാധാനത്തിലേക്കുള്ള പാതയെ പിന്തുണയ്ക്കുന്നതിനും ഇസ്രായേലി ഫലസ്തീൻ ജനതയുടെ തുല്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള അന്താരാഷ്ട്ര ശ്രമത്തിന്റെ ഭാഗമായി അടുത്ത സഖ്യകക്ഷികളായ കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഒപ്പം സ്വീകരിച്ച ചരിത്രപരമായ ചുവടുവയ്പ്പാണെന്നും സ്റ്റാർമറുടെ ഓഫീസ് വ്യക്തമാക്കി. ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭാ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി ബ്രിട്ടൻ, ബെൽജിയം, കാനഡ, ഓസ്ട്രേലിയ എന്നിവ അടക്കം 10 രാജ്യങ്ങൾ ഫലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നാളെ നടത്തും. ബ്രിട്ടൻ, ബെൽജിയം, കാനഡ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, മാൾട്ട, ലക്സംബർഗ് എന്നിവയടക്കം 10 രാജ്യങ്ങളാണ് ഫലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിച്ച് നാളെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായാണ് പ്രഖ്യാപനം. അതേസമയം ഗാസ സിറ്റി വളഞ്ഞ് ഇസ്രായേൽ സൈന്യം തുടരുന്ന രൂക്ഷമായ ആക്രമണങ്ങളിൽ 43 പേരടക്കം ഗാസയിൽ 51 ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി വിവരം. ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 65,208 ഉയർന്നു. ഹമാസ് താവളങ്ങളാണ് ലക്ഷ്യമെന്ന് പറഞ്ഞാണ് ഗാസ സിറ്റി വളഞ്ഞു വെച്ച ആക്രമണം. രണ്ടാഴ്ചക്കിടെ ഗാസ സിറ്റിയിലെ ബഹുനില കെട്ടിടങ്ങളെല്ലാം ബോംബിട്ട് തകർത്തിരുന്നു. സൈനിക നടപടി എത്രനാൾ നീളുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ല. ഗാസ സിറ്റിയിലെ ജനസംഖ്യയുടെ പകുതിയോളം, അതായത് 4 ലക്ഷം പേർ ഇതിനകം പലായനം ചെയ്തും കഴിഞ്ഞു. ഗാസയിലെ കുട്ടികൾക്കുള്ള ഭക്ഷണവുമായി എത്തിയ യൂനിസെഫിന്റെ 4 ട്രക്കുകൾ തോക്കുധാരികൾ കൊള്ളയടിച്ചതായും അധികൃതർ അറിയിച്ചു. അതിനിടെ ബന്ദികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഗാസ സിറ്റിയിലെ ആക്രമണം ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗാസയിൽ ശേഷിക്കുന്ന ബന്ദികളിൽ 20 പേരെങ്കിലും ജീവനോടെ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഗാസ സിറ്റിയുടെ ദക്ഷിണ ഭാഗത്തെ ജനവാസ മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 14 പേരും ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് അൽഷിഫ ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നു. ആശുപത്രിയിലെ ഒരു നഴ്സും ഭാര്യയും 3 കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടെന്നും അധികൃതർ അറിയിച്ചു. ക്ഷാമബാധിതമായി പ്രഖ്യാപിക്കപ്പെട്ട ഗാസ സിറ്റിയിൽ തുടരാക്രമണം നടത്തുന്നതിലൂടെ ആളുകളെ ഒഴിഞ്ഞുപോകാൻ നിർബന്ധിതരാക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതേസമയം ആക്രമണത്തെപ്പറ്റി ഇസ്രായേൽ പ്രതികരിച്ചിട്ടുമില്ല. എന്തായാലും ഗസയിലെ അവസ്ഥ അതിഭീകരമാണ്. അതേസമയം ഫലസ്തീനെ ഒരു ഔദ്യോഗിക രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയാണ് നാളെ.